എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ വ്യത്യസ്ത ഒരു വികാരങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏ എനിക്ക് ഒന്നും പറയാൻ എന്നെ മനസ്സ് അനുവദിക്കില്ല. കാരണം ശങ്കർ എന്നുള്ള ഒരു സംവിധായകൻ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം കടന്നു വെച്ചിട്ടുണ്ട്, ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സൊക്കെ ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പഴയ സിനിമകളൊക്കെ എടുത്ത് കാണുക, അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടുകളൊക്കെ എടുത്ത് കാണുക എന്നുള്ളതൊക്കെ ഒരു ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഒരു 2.0 പോലും അത്രയും മോശം സിനിമയാണെന്ന് പോലും ഞാൻ ധാരാളം വിമർശനങ്ങൾ കിട്ടിയ ഒരു സിനിമ, അതുപോലും ഒരു മോശം സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന സിനിമ ശരിയാണ്, പക്ഷെ അത് ഓക്കെ, അതും ഞാനൊരു എക്സ്ട്രീംലി മോശം സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതുവരെ റിലീസായ സിനിമകൾ. പക്ഷെ ഈ സിനിമ അദ്ദേഹം തന്നെയാണോ സംവിധാനം ചെയ്തത് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഒരു റിച്ച് ആയിട്ടുള്ള കുറേ സീൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്ക് സംഭവങ്ങളാണ്. പക്ഷെ അത് എത്രത്തോളം ഈ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തർക്ക വിഷയമാണ്. അതൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം അനാവശ്യമായിട്ട് അങ്ങനത്തെ സീനുകളിലേക്ക് പൈസ അധികമായിട്ട് ചെലവാക്കുകയും എന്നാൽ അനാവശ്യമില്ലാത്ത സീനുകളിലേക്ക് പൈസ ഒട്ടും ലാഭിക്കുകയും ചെയ്തു. കോമൺ സെൻസ് എന്നുള്ളൊരു കാര്യം ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല. അത് മിനിമം കോമൺ സെൻസ് ഇത് കാണിക്കുമല്ലോ. പിന്നെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഈ അഴിമതി സ്വജനപക്ഷപാതം, ഇതൊക്കെ നമ്മുടെ മനുഷ്യന് അല്ല അഴിമതി ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് കറപ്ഷൻ ഈസ് ഇഞ്ചൂരിയസ് ഫോർ ദ സൊസൈറ്റി, അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോഴും ഓക്കെ, ശരി. പക്ഷെ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓക്കെയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ഓൺലൈനിൽ ഇതിന്റെ സിനിമയുടെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കേട്ടിട്ട് കൊള്ളാം, നല്ലൊരു ആശയമാണ്, ആശയം നല്ലതാണ്. പക്ഷെ അത് അനാവശ്യമായിട്ട് സ്ക്രിപ്റ്റിലേക്കും അനാവശ്യമായിട്ടുള്ള മെലോ ഡ്രാമ, അതായത് നമ്മൾ സീരിയൽ ലെവലിലേക്ക് പല സീനുകളും താഴ്ന്നു പോയി. അത്രയ്ക്ക് മോശം. ഇതെങ്ങനെ ശങ്കർ എന്നൊരു സംവിധായകന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്ന് പോലും സംശയമുണ്ട്. കാരണം നമ്മളൊരു ടി വി സീരിയൽ കാണുന്ന ആ ഒരു ലെവലിലേക്ക് പല സീനുകളിലും പോയി. അപ്പോൾ അത് അങ്ങനെ ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ ഇനിയിപ്പോൾ ഇന്ത്യൻ 3 അവർ കൊണ്ടുവരുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം അവർക്ക് ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ 3 തേർഡ് പാർട്ടിന് പകരം തേർഡ് പാർട്ടും ഈ ഒരു ഭാഗത്തിൽ തന്നെ അവർക്ക് കാണിച്ചു തീർക്കാമായിരുന്നു. കാരണം ഈ സിനിമയിൽ മൊത്തം കാണിച്ചത് ആദ്യത്തെ പാട്ടും പിന്നെ തേർഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ ഇന്റർവെലിന് ശേഷം അങ്ങനെ കാണിക്കാമായിരുന്നു. പിന്നെ ഓവറോൾ നല്ല വിഷമമുണ്ട്. കമലഹാസൻ എന്നൊരു വ്യക്തി ആ ഒരു സീനിൽ പോലും നമുക്ക് ഒരു ഗൂസ് ബംസ് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നല്ല. അദ്ദേഹം തീർച്ചയായിട്ടും എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റണ്ട് എന്നൊക്കെ പറയാനായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അറിയാമല്ലോ, നമ്മൾ പറയുമ്പോഴത്തേക്ക് സോങ്സ് ഒരു ഇതില്ല. നമ്മളിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രോള് കാണില്ല, ഡു യു ഫീൽ എനിത്തിങ്, നോ. ആ സംഭവം അത് എന്തിനാണ് ഒരു പാട്ടിന്റെ തന്നെ ആവശ്യമില്ലായിരുന്നു. പിന്നെ താത്ത വരാറ് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു എന്തിനെങ്കിലും 2 പാട്ട് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പാട്ട് വെറുതെ കാണിച്ചത്. സങ്കടമുണ്ട്. ഇനി അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ മീൻസ് നേരിട്ട് അറിഞ്ഞ് കണ്ട് അതിനനുസരിച്ച് അദ്ദേഹം മാറ്റങ്ങൾ വരുത്തും എന്ന് പ്രതീക്ഷിക്കും. കാരണം ഈഗോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് യുവ സംവിധായകരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഇടയ്ക്ക് വരുന്ന തമിഴ് സിനിമകളൊക്കെ കണ്ടാൽ മാത്രം മതി അതൊന്ന് മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാനായിട്ട്. വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.